ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 14 ഓഫ് ഹാർഡ് 70 ഡേ ചലഞ്ചാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ 70 ഡേയ്സ് പ്രിലിംസിൻ്റെ പ്ലോട്ട് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡേ 14 ആണ് ഇന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ചാനൽ ആദ്യമേ കാണണമെങ്കിൽ ഇത് UPSC സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകളെ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവർ എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മോഡേൺ ഇന്ത്യയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോഡേൺ ഇന്ത്യയുടെ ലാസ്റ്റ് ടോപ്പിക് എത്തിയിട്ടുണ്ട്. ഇന്നും കൂടെ കഴിയുമ്പോൾ മോഡേൺ ഇന്ത്യയുടെ സിലബസ് കഴിയും. പിന്നെ 2 ദിവസം, അതായത് നാളെയും മറ്റന്നേ പെൻഡിങ്ങിന് റിവിഷന് വേണ്ടിയുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ പെൻഡിങ് റിവിഷനുള്ള തീർക്കുക. അതിനുശേഷം മൺഡേ എക്സാം ആയിരിക്കും. മൺഡേ മോഡേൺ ഇന്ത്യയുടെ ബാക്കിയുള്ള ടോപ്പിക്കിൻ്റെ എക്സാം ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബേസിക്സ് കറക്റ്റായിട്ട് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി സംബന്ധിച്ചിടത്തോളം. പിന്നെ CSAT ഇഷ്ടം പോലെ പെൻഡിങ് കാണുന്നുള്ളവർക്ക് തീർക്കുക. മെയിൻലി നമ്പർ സിസ്റ്റം. കാരണം നമ്പർ സിസ്റ്റത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം തന്നെ 129 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം നോക്കുക. എല്ലാം കാണാതെ പഠിക്കണമെന്ന് പറയില്ല, അല്ലെ എല്ലാം ആ ഒരു മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറയില്ല. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ സൊല്യൂഷൻ കറക്റ്റായിട്ട് നോക്കി വെച്ചിരിക്കുക. പക്ഷേ ഓബ്വിയസ് ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് പഠിക്കുക. അത് റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് പിടിച്ചിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുമായിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, പിന്നെ അതേപോലെയാണ് കോംപ്രഹെൻഷൻ. ഞാൻ ഫസ്റ്റ് ടൈപ്പ് കോംപ്രഹെൻഷൻ ഓൾറെഡി എടുത്തായിരുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഈ ഒരു ഡെയിലി ടൈം ടേബിൾ മാത്രം പറഞ്ഞു പോകാം. ഓക്കെ, ഇതിൽ ഡെയിലി ടൈം ടേബിൾ മാത്രം മതി. ബാക്കിയുള്ള എക്സ്ട്രാ ടോപ്പിക്കുകൾ ഇപ്പോൾ ഞാൻ ഓരോ ദിവസം കഴിയുമ്പോഴും എക്സ്ട്രാ കുറച്ച് ടോപ്പിക്കുകൾ എടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കോംപ്രഹെൻഷൻ ആയാലും ചിലപ്പോൾ കറണ്ട് അഫെയർ ആയിരിക്കും. ഞാൻ മാപ്പിങ്ങിൻ്റെ കുറച്ച് പോർഷൻ എടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ പ്ലോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിവിഷൻ സീരീസ് പോലെ ഇപ്പോൾ ജോഗ്രഫി റിവിഷനായിട്ട് നമുക്ക് എടുത്തിട്ട് PYQൻ്റെ ഒരു റിവിഷൻ സെഷൻ എടുക്കാം. അപ്പോൾ PYQs കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യാം. എന്നിട്ട് മാപ്പിങ്ങിൻ്റെ റിവിഷൻ സെഷൻ എടുക്കാം. പിന്നെ ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, അങ്ങനെ 4-5 സെഷനായിട്ട് ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതേപോലത്തെ റിവിഷൻ സീരീസ് ഞാൻ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീഷൻ കിട്ടിയിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക് കംപ്ലീഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് റിവിഷനിലേക്ക് പോകും. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റായിട്ടുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. എന്നിട്ട് ഈ സമയം ഞാൻ വേറെ ടോപ്പിക്കൊന്നും എടുക്കുന്നില്ല. നമുക്ക് ബാക്കി ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് റിവിഷൻ സെഷനായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ MCQ ആപ്റ്റിറ്റ്യൂഡ്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 100 ക്വസ്റ്റ്യൻ 1 മുതൽ 100 വരെ എടുത്ത് വെച്ചിട്ട് ഓരോരുവരും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പോളിറ്റി, എക്കണോമി അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസും കിട്ടും. പിന്നെ UPSC ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയും കിട്ടും. അത് തന്നെയാണ് CSAT ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളെ PYQ ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ്റെ ബേസ് PYQ ആണ്. പിന്നെ നമ്മൾ സ്റ്റാറ്റിക് പോർഷൻ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നവംബറിലെ കറണ്ട് അഫെയർ കറക്റ്റായിട്ട് നോക്കുക. 60 മുതൽ 90 പേജ് വരെ. അപ്പോൾ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ജൂൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒക്ടോബറിലെ മാഗസിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നവംബറിൽ ഏകദേശം കംപ്ലീറ്റ് ആവും. ട്യൂസ്ഡേയും കൂടെ ആകുമ്പോൾ നവംബറിലേയും കംപ്ലീറ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ ജൂലൈ തുടങ്ങും. ജൂലൈ 1 മുതൽ 60 പേജ് വരെ ജൂലൈയും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രിലിംസിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചാണ്. പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ട് 75 മാർക്കാണ് കട്ട് ഓഫ്. അതായത് ഹിസ്റ്ററി തന്നെ ഏറ്റവും കുറച്ച് കട്ട് ഓഫാണ് പ്രിലിംസിന് വന്നിട്ടുള്ള. ഇതിൻ്റെ മേജർ റീസൺ എന്ന് പറഞ്ഞാൽ CSAT ആണ്. ഓക്കെ, അപ്പോൾ CSATൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ CSATൽ. കോംപ്രഹെൻഷൻ ആയപ്പോൾ വളരെ വളരെ വലിയ കോംപ്രഹെൻഷൻ, ലെങ്തി കോംപ്രഹെൻഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ അടുത്ത 2024 പ്രിലിംസിന് ഇതിനേക്കാളും ഡിഫിക്കൽട്ടി എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് പോർഷൻ കറക്റ്റായിട്ട് പഠിക്കുക. കാരണം 75 മാർക്ക് അടിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് പോർഷനിൽ നല്ലൊരു കമാൻഡ് ഉള്ളവർക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാറ്റിക് പോർഷൻ നമ്പർ 1 പ്രയോറിറ്റി കൊടുക്കുക. അതിനെ PYQസുമായിട്ട് ലിങ്ക് ചെയ്യുക. എന്നിട്ട് അതിനെ കറണ്ട് അഫെയർസുമായിട്ട് ലിങ്ക് ചെയ്യുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. നല്ല സമയം എടുക്കുക ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ റിവൈസ് ആദ്യം പഠിക്കണം. പഠിച്ച സാധനം റിവൈസ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോൾഡ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഉള്ള ടാർഗറ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഇന്നിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ മനസ്സിലാക്കി പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ലേ ടോപ്പിക്കുകൾ ഞാൻ ഇനി എടുക്കുന്നില്ല. ഇതേപോലെ ഡെയിലി സിലബസ് മാത്രം പറഞ്ഞു പോവാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ ഡെയിലി ടാർഗറ്റുകൾ കഴിഞ്ഞ് FLT വരുന്ന ഫുൾ ലെങ്ത് ടെസ്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റിവിഷൻ സെഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.